ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് ഇന്നത്തെ ഒരു കുട്ടിയോട് പറയുന്നൊരു കഥയായിട്ട് പല പഴയ കാലഘട്ടം കാണിക്കുന്നതും ഇന്നത്തെ മുത്തപ്പൻ്റെ റെലവൻസും പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ദൈവമാണല്ലോ മുത്തപ്പൻ എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ എല്ലാ മനുഷ്യരുടെയും ദൈവമാണ്. അപ്പം ഇന്നും വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ദൈവമാണ് മുത്തപ്പൻ. സന്തോഷം ഈ സിനിമയുടെ ഭാഗം കഴിഞ്ഞത്. മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. മനസ്സിലാക്കാനുള്ള ഒരു കൊള്ളായിരുന്നു. അത്രയും നന്നായിട്ട് ഈ കഥയുടെ ആ ഒരു പൂർണ്ണരൂപം അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കൂടെ കണ്ടപ്പോഴത്തേക്ക് ആ മുത്തപ്പൻ്റെ അത് ഒറിജിനലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല മുത്തപ്പൻ്റെ കഥയാണ്. കുന്നത്തൂർ മുത്തപ്പൻ, പിന്നെ പറശ്ശിനിക്കടവ്, ഓരോ സ്ഥലത്തെ ഐതിഹ്യങ്ങളൊക്കെ പറയും. അങ്ങനെ പറയും. വളരെ സന്തോഷം. കാരണം ഞാൻ അഭിനയിച്ച സിനിമയാണ്, അതുകൊണ്ട് കൂടുതൽ സന്തോഷം. ഞാൻ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാണത് മൊത്തത്തിൽ കണ്ടത്. അതാണിപ്പോൾ പറഞ്ഞത്. ഈ പഴയ കാലഘട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുത്തപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ദൈവമാണ്. എപ്പോഴും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രതീകമാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷം സിനിമയുടെ ഭാഗം കഴിഞ്ഞു. താങ്ക് യു. നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളാണ് മുത്തപ്പൻ, എന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. മുത്തപ്പൻ്റെ ഞങ്ങൾക്ക് ആ ഒരു കഥ മനസ്സിലാക്കാൻ പറ്റി നന്നായിട്ട്. ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു ആ കഥ, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ആ കഥയാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നല്ല. അല്ല ഈ പറശ്ശിനിക്കടവിലടുത്ത് ഭക്തി ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ, ഞങ്ങൾക്കൊക്കെ പ്രായമായവരില്ലേ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രായത്തിന് ഇഷ്ടപ്പെട്ട കഥയാണ്. ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. മണിക്കുട്ടൻ ബിഗ് ബോസിന് അത് മണിക്കുട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പിന്നെ മധുപാല് നല്ല അഭിനയമായിരുന്നു. അവർ നല്ല അതിൻ്റേതായ രീതിയിൽ ഭക്തിപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കഥ. ഞങ്ങൾ നന്നായിട്ട്, ഞങ്ങൾക്ക് മുഴുവനെ അറിഞ്ഞുകൂടായിരുന്നു ആ കഥ. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മണിക്കുട്ടൻ നല്ല അഭിനയമായിരുന്നു. ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട് നല്ല പരിചയമുള്ള മുഖമല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ പ്രായത്തിന് വേണ്ടി പറ്റിയ ഇപ്പോഴത്തെ അടിച്ചുപൊളിയൊന്നും അല്ലല്ലോ.